ഹലോ, ഇന്ന് ക്രോഷ്യയുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണ്. ശരിക്കും ഞാനിതൊരു ഹോബി ആയിട്ടാണ് തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഷോർട്സ് മാത്രം ഇട്ടത്. പക്ഷെ അതിനുശേഷം കുറെ കമന്റുകളും കുറെ റിക്വസ്റ്റ് ഒക്കെ വന്നു ഓരോ വീഡിയോ ചെയ്യാനായിട്ട്. സത്യത്തിൽ ഞാൻ ഒരാളല്ലേ ഉള്ളൂ, എല്ലാം കൂടെ ചെയ്തെത്തുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് ബിഗിനേഴ്സ് ആണോ, കുറച്ച് തയ്ക്കുന്നവരാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെ ഇതിൽ കൂടുതൽ ക്ലാസ്സുകളോ ആവശ്യമുണ്ടെങ്കിൽ കമന്റ്സ് ഒന്ന് ഇടുക. അതുപോലെ തന്നെ എല്ലാവരെയും എല്ലാം പഠിപ്പിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് കുറേശ്ശെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്സിൽ കണ്ടില്ലേ, ആ പൂവാണ് കേട്ടോ ബുക്ക് മാർക്കിന്റെ. ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും, അതായത് സിംഗിൾ സ്റ്റിച്ചും ഡബിൾ സ്റ്റിച്ചും രണ്ട് കളർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് സ്ലൈഡ് ആയിട്ടൊക്കെ ഈ പൂ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിനൊക്കെ അനുസരിച്ചൊക്കെ നമുക്ക് തയ്ച്ചിടാൻ പറ്റും. പിന്നെ ഞാൻ ഉപയോഗിച്ചേക്കുന്ന അക്രലിക് വൂളാണ് കേട്ടോ. രണ്ട് കളർ പൂവിനുള്ള പോലെ തന്നെ അകത്ത് പിങ്കും പുറത്ത് നീലയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ 3.5 mm ഹുക്കാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അലുമിനിയം സൂചിയാണ് കേട്ടോ. ഈ മാജിക് റിംഗ് അല്ലെങ്കിൽ മാജിക് സർക്കിൾ എങ്ങനെയാന്ന് നോക്കാം. ശരിക്കും ഒരു മാജിക് ആണ് കേട്ടോ. അതിങ്ങനെ ഒരു കോർത്ത് വലിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. ആദ്യം നമ്മൾ നൂലിന്റെ ഒരറ്റം എടുത്തിട്ട് നമ്മുടെ തള്ളവിരലും നമ്മുടെ ചൂണ്ടുവിരലും ഉണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് ഉറപ്പിക്കുക. രണ്ടാമത്തെ അറ്റം നമ്മുടെ മോതിരവിരലിനും നടുവിരലിനും ഇടയ്ക്ക് ഇങ്ങനെ ഉറപ്പിക്കുക. എന്നിട്ട് ഒന്നിന്റെ മുകളിൽ കയറി വരുന്നവര് ഒരു ഗുണിക്കുന്ന ഗുണനചിഹ്നം ഇല്ലേ, അതുപോലെ ആയി വരിക. ശരിക്കൊന്നും വരണമെന്നൊന്നുമില്ല, അത്യാവശ്യം ഒരു ഗുണനചിഹ്നം പോലെയൊക്കെ കാണണം, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ഒരു നൂല് മുകളിലും ഒരു നൂല് താഴെയും വേണം, അതാണ് നിർബന്ധം. ഇനി നമ്മൾ ക്രോഷ്യയുടെ ഹുക്ക് ഒരു നൂലിന്റെ അടിയിൽ കൂടിയാണ് കണ്ടോ, ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഇടുന്നത്. എന്നിട്ട് അതിന്റെ തുമ്പറ്റം ഇതുപോലെ അടിയിലത്തെ ഉപയോഗിച്ച് അടിയിലത്തെ നൂല് ഇങ്ങനെ നമ്മൾ പയ്യെ വലിച്ചെടുക്കുന്നു. ആ വലിച്ചെടുക്കുമ്പോ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം. പിരിച്ചു കൊടുത്തില്ലേ നമ്മുടെ നൂല് അഴിഞ്ഞു പോരും. പ്രത്യേകം ശ്രദ്ധിക്കുക, വലിക്കുമ്പോൾ നമ്മൾ നൂല് അടിനൂല് വേണം വലിക്കാൻ, വലിക്കുമ്പോൾ പിരിച്ചെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ക്രോഷ്യ ഹുക്ക് ഞാൻ ഇട്ടേക്കുന്ന പോലെ തന്നെ കമത്തി ഇട്ടിട്ട് ഈ തുളയെ കൂടെ വലിക്കണം. വലിക്കുന്ന നൂല് നോക്കണേ പ്രത്യേകം, രണ്ടാമത്തെ നൂല് വലിക്കരുത്, നമുക്ക് കോർത്ത് വലിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ചെയിനൂടെ ഇടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഞാൻ സാധാരണ ഒരു ചെയിനൂടെ ഇടാറുണ്ട്, അതുകൊണ്ടാണ് 2 ചെയിൻ ഇട്ടത്. ഇനി കണ്ടോ, നമുക്ക് 2 നൂലുണ്ട്. ഒന്ന് നൂലുണ്ടയുടെ ഭാഗത്തുള്ള നൂലും ഒരു തുമ്പറ്റും. അപ്പൊ ഈ നൂലുണ്ടയുടെ ഭാഗത്തുള്ള നൂലായിരിക്കണം നമ്മൾ ആദ്യം നേരെ ആക്കി എടുക്കേണ്ടത്, ഏത് സൂചിയുടെ വശത്തേക്ക്. ഇനി നമ്മുടെ തുമ്പറ്റം കണ്ടോ, തുമ്പറ്റം ഒരു ഇതിന്റെ അകത്തൂടെ ഒക്കെ കയറി കിടക്കുക. അത് നമ്മുടെ സൂചി ഉപയോഗിച്ച് പയ്യെ മാറ്റി എടുത്തിട്ട് നമ്മുടെ തള്ളവിരലിൽ പിടിക്കാൻ പാകത്തിന് സൂചിയുടെ വശത്തേക്ക് ആക്കി നമ്മൾ നിർബന്ധമായിട്ടും പിടിക്കണം. ഇത് കണ്ടോ, എനിക്ക് ഈ സർക്കിൾ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിന്റെ നടുവശത്തിന് ഓട്ടയൊക്കെ ആയി പോയാൽ രസമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ചുകളൊക്കെ അടിപൊളിയായിട്ട് വരികയും ചെയ്യും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് ഇതിലൂടെ ഞാൻ ഒരു ചെയിനാണ് എടുക്കുന്നത്. ഈ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 5 സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ. സിംഗിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൂപ്പിന്റെ അടിയിൽ കൂടെ നൂലിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇപ്പൊ കണ്ടോ, നമ്മുടെ സൂചിയിൽ 2 ലൂപ്പ് ഉണ്ട് കണ്ടോ, 2 കെട്ടില്ലേ. ഇനി നമ്മൾ കോർത്ത് വലിക്കണം. അപ്പോഴാണ് ഒരു സിംഗിൾ ക്രോഷ്യ ആവുന്നത്, അല്ലെ ഒരു സിംഗിൾ സ്റ്റിച്ച് ആവുന്നത് ഇങ്ങനെ കോർത്ത് വലിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ 4 എണ്ണം കൂടെ ചെയ്യൂ കേട്ടോ. 1 ചെയ്തു, രണ്ടാമത്തെ ഞാൻ അതുപോലെ തന്നെ കോർത്ത് വലിച്ചേക്കുന്നു. അടുത്തത് ഞാൻ 3 എണ്ണം കോർത്ത് വലിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് 5 എണ്ണം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ 4ാമത്തെ കോർത്ത് വലിക്കും. നമുക്ക് ചിലപ്പോ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ പിടിക്കാൻ. അങ്ങനെ ഞാൻ 5 സിംഗിൾ സ്റ്റിച്ചും കോർത്ത് വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെരിച്ചു പിടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ചെയിനില്ലേ ഒരു പിന്നിയ പോലെ 5 എണ്ണം കാണും. ആ 5 എണ്ണം ഉണ്ടേ ഉറപ്പിച്ചോളുക നമ്മൾ 5 എണ്ണം തയ്ച്ചു എന്ന്. അത്രേ ഉള്ളൂ. ഇത്രയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത്രയും തയ്ച്ചതിന് ശേഷം ആ നൂലിന്റെ തുമ്പ് ഇതുപോലെ വലിച്ചു വിട്ടാൽ കണ്ടോ, നമുക്ക് ആ തുമ്പ് പൂർണ്ണമായിട്ടും ആ നടുക്കുള്ള ഒരു തുളയ്ക്കില്ലേ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ആദ്യം ഇടുന്ന സ്റ്റിച്ചില് ഒരു പേപ്പർ പിന്നോ ഒരു സ്ലൈഡോ എന്തെങ്കിലും ഇടാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കോർത്ത് വലിക്കുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ തെറ്റായ സ്റ്റിച്ചിലാണ് നമ്മൾ കോർത്ത് വലിക്കുന്നത് എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ കോർത്ത് വലിച്ചേക്കുന്ന കറക്റ്റ് സ്റ്റിച്ചാണ്. അപ്പൊ ഞാൻ ഇത്രയും തയ്ച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് എന്തൊക്കെയോ കുറച്ചൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു പേപ്പർ ക്ലിപ്പ് ഒന്ന് ഇടുവാണെന്ന് നല്ലതായിരിക്കും, അല്ലെ സ്ലൈഡോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത്. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും, സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. ഒരു ചെയിൻ അകത്തൂടെ മറ്റേ ചെയിന് വലിച്ച് പുറത്തേക്ക് എടുത്ത് നമ്മൾ ഒരു ഒറ്റ ചെയിൻ ആക്കുന്നതിനാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു റൗണ്ട് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ റൗണ്ട് ഈ പിങ്ക് കളർ
കളർ കൊണ്ട് നമ്മൾ ചെയ്ത് തീർന്നു. അപ്പൊ നമ്മൾ പൂവിന്റെ അകത്തെ പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. ഈ പിങ്ക് കളർ ഇപ്പൊ ഈ കണ്ടില്ലേ, ഈ 2 പൂവിന്റെ അകത്തെ പെറ്റൽ അതുപോലെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നീല നൂലെടുക്കുന്നു. അപ്പൊ നമ്മൾ പുറത്ത് കൊടുക്കാൻ പോകുന്നത് നീല കളറാണ് കേട്ടോ. അപ്പൊ നീല നൂല് നമ്മൾ നേരത്തെ തയ്ച്ചു നിർത്തിയ ഒരു ചെയിനില്ലേ, ആ ചെയിനിലേക്ക് നമ്മൾ കോർത്തെടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം കെട്ടിയെടുക്കുകയൊന്നും വേണ്ട, വെറുതെ കോർത്തിങ്ങനെ വലിക്കുക. ആ നീല നൂലൊന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കണം കേട്ടോ, ഇല്ല ഇപ്പുറത്തെ വശത്തോട് ഊരി പോരുവേ. അപ്പൊ അങ്ങനെ ജസ്റ്റ് കോർത്ത് വലിക്കുക. ഇനി നമ്മുടെ താഴത്തെ നൂലുണ്ട്, നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന നൂലില്ലേ, അതിന്റെ ഒരു വശത്ത് പിടിച്ച് നന്നായിട്ട് വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ ആ നീലനൂല് മുറുകി. ഇനി അത് ലൂസ് ആവത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ ഇപ്പുറത്തെ കയ്യിലിട്ട് കുറെ വലിച്ച് അത് ലൂസായി പോട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ആദ്യം തയ്ച്ചുകൊണ്ടിരുന്ന നമ്മുടെ പിങ്ക് നൂലില്ലേ, ആ പിങ്ക് നൂലിൽ പിടിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ നീലനൂല് മുറുകി വരും. എന്നിട്ട് നമ്മൾ നീലനൂലില് 2 ചെയിൻ ഇടുന്നു. എന്തുകൊണ്ട് നമ്മൾ 2 ചെയിൻ ഇട്ടെന്ന് വെച്ചാല് നമ്മൾ ഇനി ഇതിന്റെ അകത്ത് തയ്ക്കാൻ പോകുന്നത് ഡബിൾ ക്രോഷറ്റ് ആണ്, അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ആണ് നമ്മൾ ഇതില് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതില് 2 ചെയിൻ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ഡബിൾ സ്റ്റിച്ചിന്റെ ഹൈറ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ 2 ചെയിൻ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ചെയിനിന്റെ തുളയുണ്ടല്ലോ, അവിടേക്ക് നൂലൊന്ന് നമ്മൾ മുകളിൽ കൂടെ ചുറ്റിയെടുക്കാൻ ഓർക്കുക. ഡബിൾ സ്റ്റിച്ചിന് നൂല് മുകളിൽ ചുറ്റിയെടുത്ത് ആ ചെയിനിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കുന്നു. അപ്പൊ നമ്മുടെ സൂചിയെ നോക്കിയേ 3 ലൂപ്പ് ഉണ്ട്. ആ 3 ലൂപ്പിലൂടെ രണ്ടാമത് നമ്മൾ നൂല് കോർത്ത് വരുമ്പോൾ 2 എണ്ണമേ നമ്മൾ കോർത്ത് വലിക്കാവുള്ളൂ. അതാണ് ഡബിൾ സ്റ്റിച്ചിന്റെ പ്രത്യേകത. എപ്പോഴും ആ സൂചിയിൽ 2 ലൂപ്പ് ഉണ്ടാവണം കേട്ടോ. അപ്പൊ ആദ്യം 2 കോർത്ത് വരിക്കും, അത് കഴിഞ്ഞ് അടുത്ത 2 എണ്ണം കോർത്ത് വലിക്കും. അപ്പൊ നമ്മുടെ അതൊരു സിംഗിൾ സ്റ്റിച്ച് ആവും. അപ്പൊ നമ്മളിത് പൂവിന്റെ ഇതള ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ഡബിൾ ക്രോഷ്യ കൊണ്ട് ഒന്നും ആവില്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടെ നൂല് ചുറ്റുന്നു, അതേ തുളയില് നമ്മള് അടുത്ത ഡബിൾ ക്രോഷ്യ നമ്മൾ തയ്ക്കുന്നു. അതും ഇതുപോലെ തന്നെ 2 തവണ വെച്ചാണ് ചുറ്റി വലിക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ പൂവിന്റെ ഇതളുണ്ടല്ലോ, ആ ഇതള് നമ്മൾ പൂർത്തിയാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 3 ചെയിൻ ഇടും. നമ്മൾ 3 ചെയിൻ ഇട്ടിട്ട് ആ നമ്മൾ ഈ സ്റ്റിച്ച് എല്ലാം ചെയ്ത അതേ ചെയിനിന്റെ തുളയിലേക്ക് വേണമെങ്കിൽ ഒരു ശകലം നമ്മൾ കൈകൊണ്ട് വലിച്ചാൽ നമുക്ക് ആ തുളയൊന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. എന്നിട്ട് വെറുതെ നമ്മൾ കോർത്തു വലിക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പൂവിന്റെ ഇതളുകള് അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ തയ്ക്കുമ്പോൾ ഒരു റാ പോലത്തെ ഷേപ്പ് അല്ലേ, അങ്ങനത്തെ ഷേപ്പ് ഒക്കെ നമ്മൾ അവസാനിക്കുവാണല്ലോ. മുകളിൽ ഇങ്ങനെ വിടർന്നു വന്നിട്ട് താഴേക്ക് കൂമ്പി വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂല് വലിച്ച് ആ ഒരു ചെയിൻ വേറൊരു ചെയിനിന്റെ ഉള്ളിലേക്ക് കയറ്റി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ ആ നിര അല്ലെങ്കിൽ നമ്മൾ ആ റോ അവസാനിപ്പിച്ചു എന്നാണ്. ഇപ്പൊ കണ്ടോ, നമ്മളുടെ ഒരു ഫുള്ള് പെറ്റല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പെറ്റലിന്റെ ഇതിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യത്തെ റോ എത്ര സിംഗിൾ സ്റ്റിച്ചാ തയ്ച്ചത്? 5 എണ്ണമല്ല തയ്ച്ചത്. അപ്പൊ ഈ 5 സ്പേസിലും അല്ലെ ആ 5 സ്ഥലത്തും നമ്മൾ ഇതേ സ്റ്റിച്ചുകൾ ഈ പാറ്റേൺ തന്നെ തുടർന്നും ചെയ്യും. അതാണ് ക്രോഷ്യയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. മിക്കവാറും എല്ലാ റോകളും ആദ്യത്തെ ഒരെണ്ണം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും, ബാക്കിയെല്ലാം ആ ആദ്യത്തെ പാറ്റേൺ തന്നെ നമ്മൾ തുടർന്ന് പോവാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെയും അതേ പാറ്റേൺ ആയിരിക്കും തുടർന്ന് പോവുക. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ആ നിർത്തിയ സ്ലിപ്പ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ 3 ചെയിൻ കോർത്തെടുക്കുന്നു. എന്നിട്ട് അതേ തോളയിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, 2 ഡബിൾ ക്രോഷ്യ അല്ലെങ്കിൽ 2 ഡബിൾ സ്റ്റിച്ച് തയ്ക്കുകയാണ്. അതായത് 2 തവണ നൂല് നമ്മൾ കോർത്തു വലിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തായിരിക്കും, ഒരേ ചെയിൻ സ്പേസിലാണ്, അല്ലെ ആ ഒരേ ചെയിനിന്റെ തുളയിലാണെന്ന് ഓർത്തോണം കേട്ടോ. അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ച് കോർത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് തീർക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞ 3 ചെയിൻ ഇട്ടിട്ട് അതേ തുളയിലൂടെ സൂചി കടത്തി വലിച്ച് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആ ചെയിനിന്റെ അകത്തോട്ട് മറ്റേ ചെയിൻ കയറ്റി തയ്ക്കുന്നു. കണ്ടോ, അപ്പൊ നമ്മുടെ ഈ റോ എങ്ങനെയാ പോകുന്നത് എന്ന് വെച്ചാല് നമ്മൾ 3 ചെയിൻ ഇടും, ഒരു ചെയിൻ സ്പേസിൽ തന്നെയാന്ന് ഓർത്തണം കേട്ടോ. 3 ചെയിൻ ഇടും, അതിന്റെ അകത്ത് തന്നെ 2 ഡബിൾ സ്റ്റിച്ച് തയ്ക്കും. അതിനുശേഷം പിന്നെ നമ്മൾ 3 ചെയിൻ ഇടും, അതേ തുളയിൽ കൂടെ നമ്മൾ കോർത്ത് വലിച്ച് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. അത്രയും പൂർത്തിയാക്കുന്നതാണ് നമ്മളുടെ ഒരു പെറ്റല് അല്ലെ ഒരു പൂവിന്റെ ഇതളെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. അങ്ങനെ നമ്മൾ 5 ഇതളാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ചെയ്തതുകൊണ്ട് നമുക്ക് 5 ചെയിൻ ഉണ്ടാവും. അപ്പൊ ഈ 5 ചെയിനിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരെണ്ണം ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ബാക്കി 4 എണ്ണവും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്റെ ഒരു ബ്ലോഗ്
ബ്ലോഗ് സ്പോട്ട് ഉണ്ട്. അതിൽ നമ്മൾ ഈ ക്രോഷ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരമാവധി ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നൂലിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സൈറ്റ് വിസിറ്റ് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമന്റ്സ് ഉപയോഗിക്കുക. ഇനി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഏകദേശം അവസാനം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അവസാനത്തെ സ്റ്റിച്ചിന് ഒരു ശകലം പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ ബാക്കി എല്ലാ ഇതളുകളും അതേ ചെയിനിന്റെ തുളയിൽ തന്നെയാണല്ലോ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമെങ്കിലും അവസാനത്തെ ഇതള് വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, ഈ രണ്ട് ഇതളുകൾ തമ്മിൽ അഞ്ചാമത്തെ ഒന്നാമത്തെ ഇതളുകൾ തമ്മിൽ ഒരു ശകല അകലം പോലെ അല്ലേ. അപ്പൊ അങ്ങനത്തെ അവസ്ഥ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഇതള് പൂർത്തിയാക്കിയതിന് ശേഷം ആദ്യത്തെ ഇതളിന്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് ചേർക്കും. അപ്പൊ നമുക്ക് ആ ഇതളിനൊരു പൂർണ്ണത കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതള് പൂർത്തിയായി. അപ്പൊ നോക്കി 5 ഇതളായിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടാണ് ഈ സ്റ്റിച്ച് വന്നേക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചത്. പിന്നെ നമ്മൾ ഈ ടെഡി ബെയർ പോലെയൊക്കെയുള്ള ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് സിംഗിൾ സ്റ്റിച്ച്. അപ്പൊ ആ സ്റ്റിച്ചാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇനി മുന്നോട്ടുള്ള വീഡിയോകളിലെല്ലാം വലിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചുകൾ തറവായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് തയ്ച്ചെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും അടിപൊളിയായിട്ടൊരു പാവയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ സ്റ്റിച്ചുകളൊക്കെ നന്നായിട്ടൊന്ന് തയ്ച്ചു നോക്കുക. കാര്യങ്ങൾ ഇത് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. അത് എനിക്കൊരു സന്തോഷമാകും. എനിക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ, അതൊരു വലിയ സന്തോഷമാണ്. എനിക്കും അറിയില്ലായിരുന്നു എല്ലാവർക്കും ഇത് ഇത്രയും ഇതിനോട് താല്പര്യം ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോസ് നേരത്തെ ഇട്ടുണ്ടേനെ. ഇതൊരു ഹോബിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇത് ചെയ്യാൻ കേട്ടോ. അതുപോലെ നിങ്ങളും ഇഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കിയെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.